ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നുണ്ടെന്ന്. അപ്പോൾ ആ സെയിം ഡേ തന്നെ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റ് നേരെ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അതിനുശേഷം നമ്മൾ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോയി. അതിനുശേഷം നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ റിയാദിൽ ബത്തേലാണ് റൂം എടുത്തിട്ടുള്ളത്. ഹോട്ടൽ റൂമും കാര്യങ്ങളൊക്കെ ബത്തേലാണ് വരുന്നത്. ബത്തേന്ന് നമ്മൾ ഈ പോകുന്ന ഡെസേർട്ടിലേക്ക് അത്യാവശ്യം ലോങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. കാരണം അത്യാവശ്യം ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാ ടൈമിൽ പോയാലേ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെസേർട്ടും കാര്യങ്ങളൊക്കെ സഫാരിയൊക്കെ നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉള്ള ടൈമിൽ പോകണം. നട്ടുച്ചയ്ക്ക് തന്നെ പോകരുത്, വെയിലായിരിക്കും. പിന്നെ ഇപ്പോൾ റിയാദിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തണുപ്പാണ്. ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ, രാവിലെ ആണെന്നുണ്ടെങ്കിൽ, രാത്രിയാണെന്നുണ്ടെങ്കിലൊക്കെ തണുപ്പാണ്. അതുകൊണ്ട് വലിയൊരു പ്രശ്നമല്ല. അപ്പോൾ നമ്മളിതാ നേരെ ഡെസേർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ഡെസേർട്ടിൻ്റെ പേര് റെഡ് സാൻഡ് ഡ്യൂൺസ് ആണ് കേട്ടോ. അതാണ് നമ്മുടെ ഡെസേർട്ടിൻ്റെ പേര്. ആ പേര് വരാൻ കാരണം അവിടുത്തെ സാൻഡിന് റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. നമുക്ക് അങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു റൂട്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. രണ്ട് സൈഡിലും അങ്ങനെ സ്റ്റെപ്പ് പോലെയൊക്കെ ആക്കിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് അല്ലൂലാണ് കേട്ടോ ഓർമ്മ വന്നത്. അല്ലൂലത്തൊക്കെ ഒരു പോലെ എനിക്ക് തോന്നി ഈ ഒരു ഭാഗം കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല രീതിക്ക് തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി. ആ ടൈമിലാണ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ വണ്ടി സ്റ്റക്കായിട്ടുണ്ട്. അതായത് വണ്ടി നമ്മൾ ഡെസേർട്ടിൽ കുടുങ്ങിയിട്ടുണ്ട് ടയർ. അപ്പോൾ വാസിക്ക് എന്നോട് വണ്ടി ഒന്ന് ഓടിക്കോ ചോദിച്ചു. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അയാളും വാസിക്കും കൂടി വണ്ടി ഉന്താ, ഈ ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഒന്ന് റിവേഴ്സ് എടുക്കുമെന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ റിവേഴ്സ് എടുക്കുന്നുണ്ട്, നല്ല ഫോഴ്സിൽ തന്നെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഇവർ രണ്ടുപേരും വണ്ടി പുറത്ത് നിന്നിട്ട് നന്നായിട്ട് തള്ളുന്നുണ്ട്. പക്ഷേ വണ്ടി എങ്ങനെ ആയാലും മൂവ് ആവില്ല, റിവേഴ്സ് പോകുന്നില്ല. അപ്പോൾ കുറേ ടൈം നമ്മൾ 2-3-4 പ്രാവശ്യം ട്രൈ ആക്കി, എന്നിട്ട് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടാണ് കേട്ടോ ഈ വണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫാസിക്ക ലാസ്റ്റ് പറഞ്ഞ് ഈ പുറത്തിറങ്ങ്, ഞാൻ വണ്ടി ഒന്ന് എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ ഹാൻഡ് ബ്രേക്ക് താത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിന് വേണ്ടി പോയി. ഗ്രൗണ്ട് ടെസ്റ്റ് ഞാൻ പാസ്സായി. 2 വീലറിനും 4 വീലറിനും എനിക്ക് ഗ്രൗണ്ട് ടെസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ 2 വീലറിൻ്റെ റോഡ് ടെസ്റ്റും എനിക്ക് കിട്ടി. പക്ഷേ 4 വീലറിൻ്റെ റോഡ് ടെസ്റ്റിൽ ഞാൻ പൊട്ടി. അപ്പോൾ ഞാനാണെങ്കിൽ അത്യാവശ്യം നമുക്ക് എന്തായാലും നമ്മൾ അടുത്ത ആർഡിയോയും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ മാക്സിമം മനസ്സിലിങ്ങനെ കരുതിയിരുന്നു ഓരോരോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി എടുക്കണതും കാര്യങ്ങളൊക്കെ. എല്ലാം ഓക്കെ ആക്കി, സീറ്റ് ബെൽറ്റ് ഇട്ടു, മിറർ കറക്റ്റാക്കി, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത്. പിന്നെ ഞാൻ 4 ഗിയറും ഇട്ട് കാണിച്ചു കൊടുത്ത്, ഇൻഡിക്കേറ്റർ ഇട്ടു ഒക്കെ ചെയ്തു. പക്ഷേ വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പായി പോയി ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ. അപ്പോൾ വണ്ടി ഒന്ന് അങ്ങനെ പെട്ടെന്ന് എനിക്ക് മുന്നിലൊരു വണ്ടി ഉണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇട്ടപ്പോൾ വണ്ടി സ്റ്റോപ്പായി പോയി. പിന്നെ വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കിയാലും സ്റ്റാർട്ടാവും, പക്ഷേ വണ്ടി മൂവ് ആവണില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, അപ്പോൾ എനിക്ക് മനസ്സിലാവണില്ല. RDO ആണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു എനിക്കിൻ്റെ തെറ്റ് മനസ്സിലാവുമെന്ന് കരുതിയിട്ട്. അതിൽ അയാൾ എന്നോട് പറഞ്ഞു വണ്ടി എന്താ മൂവ് ആവാത്ത മനസ്സിലാവുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. ഈ ഇത്രയും നേരം വണ്ടി ഓടിച്ചത് ഹാൻഡ് ബ്രേക്ക് താത്താതെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്തായി, ഞാൻ ഇത്രയും നേരം ചെയ്തതൊക്കെ വെള്ളത്തിലായില്ലേ. അങ്ങനെ അന്ന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ലൈസൻസ് കിട്ടിയില്ല, ഞാൻ ഫെയിൽഡായി.
പിന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. ആ സെയിം സംഭവം തന്നെ ഞാൻ ഇവിടെ ചെയ്തത് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഞാൻ താത്താതെ വണ്ടി എടുത്തത്. അന്ന് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും ആ ഒരു തെറ്റ് ആവർത്തിക്കില്ല, എൻ്റെ മനസ്സിൽ അതൊന്നും ഉണ്ടാവും. എവിടെ, ഞാൻ സെയിം ആ തെറ്റ് വീണ്ടും ആവർത്തിച്ചു. ഒന്നാമത് ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ കുറച്ചായി, ഇങ്ങോട്ട് വന്നതിന് ശേഷം എടുത്തിട്ടില്ല. നാട്ടിൽ നിന്ന് അടുക്കലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉറക്കപ്പിച്ചിലായിരുന്നു, അതും ഒരു റീസണാണ്. പിന്നെ നമ്മളിവിടെ വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്തത് ഇവിടെ മലയാളീസ് ഉണ്ട്. ഒരു ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട് മലയാളിന്ന്, തമിഴിലും മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബോർഡിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ തന്നെയാണ് കോൺടാക്ട് ചെയ്തത്. അവരുടെ അടുത്തു നിന്നാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വണ്ടി എടുക്കുന്ന ടൈമിൽ കുറച്ചൊന്നും ബാർഗെയിൻ ചെയ്യണം കേട്ടോ. അവർ പറയുന്ന ആ റേറ്റിൽ തന്നെ ഒരിക്കലും ഇവിടുത്തെ ബൈക്ക് റെൻറ്റിന് എടുക്കരുത്. ഈ ക്വാഡ് ബൈക്ക് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അത് ഒരിക്കലും അവർ പറയുന്ന ആ റേറ്റിന് തന്നെ എടുക്കരുത്, കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്യണം എന്ന് കരുതിയിട്ട് അവരുടെ അന്നം മുട്ടിക്കണം എന്നല്ല. അവർക്കും നമുക്കും നഷ്ടമില്ലാത്ത രീതിക്ക് നമ്മൾ എടുക്കാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ബൈക്ക് 1 ഹവറാണ് കേട്ടോ. നമുക്ക് 1 മണിക്കൂർ എത്ര വേണമെങ്കിലും ഓടിക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ബൈക്ക് എടുത്ത ടൈമിൽ നമ്മൾ കുറച്ച് ഓടിച്ച്, അപ്പോഴേക്കും നമ്മൾ ആ ബൈക്ക് മണലിൽ അതിൻ്റെ ടയർ താഴ്ന്നു പോയി. അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ പൊക്കിയിട്ട് ആ ബൈക്ക് ആ ഊർന്നു പോയിട്ടുള്ള ഭാഗത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പൊക്കി വെക്കുകയാണ് ചെയ്തത്. പക്ഷേ ബൈക്ക് അങ്ങനെ പൊക്കി വെക്കണത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല, കാരണം അത് അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അയാൾ നമ്മളെ ഹെൽപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അയാളുടെ താങ്ക്സൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും സഫാരി റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കി. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കൊരു ഹരം പോലെ ആയിരിക്കും, ഒന്നും കൂടി സ്പീഡ് കൂട്ടണം, ഒന്നും കൂടി ഇങ്ങനെ ഡ്രിഫ്റ്റ് പോലൊക്കെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാലും ഊരൊക്കെ വേദന എടുക്കും കേട്ടോ. കാരണം നമ്മൾ അത്ര നല്ല ഫോഴ്സിലൊക്കെ ഇങ്ങനെ ഇതിമ അഭ്യാസം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇതും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുക. പിന്നെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഇവിടെ സൺഗ്ലാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ആക്കുക, കാരണം പെട്ടെന്ന് മണലും കാര്യങ്ങളൊക്കെ കണ്ണിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ പാറുമ്പോഴൊക്കെ. അപ്പോൾ ഗ്ലാസ് മാക്സിമം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുതിയ ഷൂവ്, അതുപോലെ തന്നെ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത്ത് ഉള്ള, ഇപ്പോൾ ഞാനൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഇടാതിരിക്കുക. ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ടയറിൻ്റെ ഉള്ളിൽ കുടുങ്ങാതെ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും പോവുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ടയറിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്, ഡ്രസ്സ് കീറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഷൂവും ചില സമയത്ത് നമ്മളെ ഷൂവിൻ്റെ ബാക്ക് സൈഡ് ടയറുമ്മ തട്ടാൻ ചാൻസ് ഉണ്ട്. 2 പേരൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ ഷൂ ഒന്നും മാക്സിമം ഇടാതിരിക്കുക നല്ലത്, കാരണം മണലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഷൂവിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. അപ്പോൾ നമ്മൾ ഡെസേർട്ട് സഫാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഡെസേർട്ട് സഫാരി എന്നുള്ളത്. അത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്ത്, നല്ല രീതിക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്ത്. പക്ഷേ ആ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ എൻജോയ്മെൻറ്റൊക്കെ ചെയ്തതിൻ്റെ സൈഡ് എഫക്റ്റ് കാറിലെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബോഡി പെയിൻ ഉണ്ടായിരുന്നു, കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഷൂവിൻ്റെ ഉള്ളിൽ ഫുള്ളും മണലായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ തട്ടി നേരെ ഇനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാറ് റെൻറ്റിന് എടുത്തിരുന്നു എയർപോർട്ടിൽ പോയിട്ട്. അപ്പോൾ ആ റെൻ്റ് കാറ് എയർപോർട്ടിൽ തന്നെ കൊടുത്ത് നമ്മൾ ഇനി ഇവിടുന്ന് ടാക്സി എടുത്തിട്ടാണ് റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അയച്ച് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ പോലെ എന്തെങ്കിലും ലൈസൻസ് എടുത്ത ടൈമിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് അയച്ച് അറിയിക്കുക. ആ ടൈമിൽ നമുക്ക് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. അപ്പോൾ ഓക്കെ, ബൈ.